SKN മന്ത്രി മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അദ്ദേഹം ഇന്നലെയും അതുപോലെ ഇന്നും ഈ റെയിൽവേ ട്രാക്കിലേക്ക് മരങ്ങൾ വീണുകൊണ്ടായിട്ടുള്ള അപകട മേഖല സന്ദർശിക്കുകയാണ്. അതിനുശേഷമാണ് ഇപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നത്. അദ്ദേഹം പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. നേരത്തെ ജനപ്രതിനിധികൾ അതുപോലെ MLA മാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള യോഗം ചേരുകയും ആവശ്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ ചെയ്യണം എന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പഴയ ഡീസൽ പ്ലാന്റിൻ്റെ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ ഈ മരം വീണ് ഗതാഗത തടസ്സമുണ്ടാകുന്ന സാഹചര്യമുണ്ടായത്. ആ മേഖലയുമായി ബന്ധപ്പെട്ടും നേരത്തെ തന്നെ ചർച്ച നടത്തിയിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ നടത്തുകയും മുന്നൊരുക്കങ്ങൾ എടുക്കണമെന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. അത് എത്രമാത്രം ഫലപ്രദമായി ഉപയോഗിച്ചു എന്നത് സംബന്ധിച്ചുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കും എന്നും ഒപ്പം തന്നെ ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അല്പസമയത്തിനകം ഇവിടെ എത്തും. ആവശ്യമായിട്ടുള്ള മുൻകരുതലുകളെല്ലാം തന്നെ സ്വീകരിക്കും എന്ന കാര്യം മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. ഇന്നലെ 8 മണിക്കൂറോളം നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് സർവീസുകൾ പൂർണ്ണതോതിൽ പുനരാരംഭിക്കാൻ കഴിഞ്ഞത്. അതിന് പിറകെയാണ് ഇന്ന് രാവിലെ വീണ്ടും മരം റെയിൽവേ ട്രാക്കിലേക്ക് വീഴുകയും പിന്നീട് 3 മണിക്കൂറോളം ഗതാഗത തടസ്സം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത്. ഒരു ട്രാക്കിലൂടെ മാത്രം ഗതാഗതം നിയന്ത്രിച്ചുകൊണ്ടാണ് പോയിരുന്നത്. അതുകൊണ്ട് തന്നെ നിരവധി ട്രെയിനുകൾ ഏറെ വൈകിയാണ് ഓടുന്നത്. 2 മണിക്കൂറോളം വൈകിയാണ് ഓടുന്നത്. യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുമുണ്ട്. എന്തായാലും ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കാൻ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. SKN. Okay, thank you.